നമസ്കാരം. ഇന്ന് ഈവായിട്ടുള്ള RXൽ വെയർഹൗസ് ജനറേറ്റ് ചെയ്യുന്ന B2B സെയിൽ ഇൻവോയ്സ് ബ്രാൻഡ് സ്റ്റോറിൽ ഓർഡർ ഐഡി ഉപയോഗിച്ച് എങ്ങനെയാണ് ഫെച്ച് ചെയ്ത് പർച്ചേസ് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ ബേസിക്കലി വെയർഹൗസിനും ബ്രാൻഡ് സ്റ്റോറിനും ഡിഫറെന്റ് GST ആണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് വെയർഹൗസിൽ നിന്നും B2B സെയിൽ ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് ബ്രാൻഡ് സ്റ്റോറിൽ പർച്ചേസ് ഇൻവോയ്സ് ആയിട്ട് സേവ് ചെയ്യാറുണ്ട്. സോ അതിനായി മോറിനകത്ത് B2B സെയിൽസ് ഓപ്പൺ ചെയ്യുക. ഇവിടെ നമുക്ക് ബ്രാൻഡ് സ്റ്റോറിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുക. സോ ബ്രാൻഡ് സ്റ്റോറിന്റെ പേര് നമ്മൾ നൽകിയിട്ടുണ്ട്. സോ ബ്രാൻഡ് സ്റ്റോറിന്റെ ഡീറ്റെയിൽസ് ഇവിടെ സെലക്ട് ചെയ്തതിനു ശേഷം ബിൽ ഡേറ്റ് അതുപോലെ തന്നെ പേയ്മെന്റ് ഡ്യൂ ഡേറ്റ് ഇവിടെ സെലക്ട് ചെയ്യുക. ദെൻ ഡോക്ടർ നെയിം എല്ലാം ആഡ് ചെയ്ത് ഏതൊക്കെ പ്രൊഡക്റ്റ് ആണോ സ്റ്റോക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ഇവിടെ ആഡ് ചെയ്യുക. സോ ഇവിടെ നമുക്ക് പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ക്വാണ്ടിറ്റി എല്ലാം തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു പെർട്ടിക്കുലർ ബില്ല് നമുക്ക് സേവ് ചെയ്യാം. ഇപ്പോൾ വെയർഹൗസിൽ നിന്നും B2B സെയിൽ ഇൻവോയ്സ് ബ്രാൻഡ് സ്റ്റോറിലോട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ പെർട്ടിക്കുലർ ഇൻവോയ്സ് നമുക്കിപ്പോൾ ഈ പെർട്ടിക്കുലർ ഇൻവോയ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വലത് ഭാഗത്ത് മോറിനകത്ത് ക്ലിക്ക് ചെയ്ത് ഈ പെർട്ടിക്കുലർ ഇൻവോയ്സ് നമുക്ക് CSV വഴി മെയിൽ ത്രൂ ബ്രാൻഡ് സ്റ്റോറിലോട്ട് സെൻഡ് ചെയ്യാവുന്നതാണ്. സോ ഇതൊരു ഓപ്ഷനാണ്. അല്ലാതെ തന്നെ നമുക്ക് ബ്രാൻഡ് സ്റ്റോറിൽ നിന്ന്, അതായത് ഇവിടെ ഇടതുഭാഗത്ത് മുകളിലോട്ട് നോക്കിയാൽ നമുക്കൊരു ഓർഡർ ID കാണാൻ പറ്റും. ഒരു 10 ഡിജിറ്റ് ഓർഡർ ID കാണാൻ പറ്റും. ഈ ഒരു ഓർഡർ ID കോപ്പി ചെയ്ത് ഇത് നമ്മുടെ ബ്രാൻഡ് സ്റ്റോറിനകത്ത് ഈ ഒരു ഓർഡർ ID കോപ്പി ചെയ്തു എന്ന് വെച്ചാൽ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്താൽ നമുക്ക് ഈ പെർട്ടിക്കുലർ ഓർഡർ നേരിട്ട് ഫെച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പൊ നമുക്ക് വെയർഹൗസ് അക്കൗണ്ട് ലോഗൗട്ട് ചെയ്തിട്ട് ബ്രാൻഡ് സ്റ്റോർ നമുക്ക് ലോഗിൻ ചെയ്തിട്ട് ഈ ഒരു ഓർഡർ ID വെച്ച് എങ്ങനെയാണ് നമ്മുടെ ഇൻവോയ്സ് ഫെച്ച് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ അതിനായിട്ട് വെയർഹൗസ് അക്കൗണ്ട് ഇപ്പൊ ലോഗൗട്ട് ചെയ്യാണ്. സോ ഇപ്പൊ നമ്മൾ ബ്രാൻഡ് സ്റ്റോർ അക്കൗണ്ട് ലോഗിൻ ചെയ്യുക. സോ ഇപ്പോൾ ബ്രാൻഡ് സ്റ്റോർ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് പർച്ചേസ് ഓപ്പൺ ചെയ്യാം. സോ പർച്ചേസ് പേജ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടറിന്റെ പേരിനകത്ത് വെയർഹൗസിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. സോ നമുക്ക് ഇപ്പൊ വെയർഹൗസിന്റെ പേര് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഓർഡർ നമ്പർ അഥവാ ഇൻവോയ്സിന്റെ അവിടെ ആ പെർട്ടിക്കുലർ ഓർഡർ ID, അതായത് നമ്മൾ കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്ന ഓർഡർ ID ഇവിടെ പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് വലതുഭാഗത്ത് ഫെച്ച് ഓപ്ഷൻ എനേബിൾ ആവും. ഫെച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡെമോ വെയർഹൗസ് നമ്മൾ ഓൾറെഡി സേവ് ചെയ്ത ഇൻവോയ്സ് ഇവിടെ നേരിട്ട് ഫെച്ച് ചെയ്തെടുക്കാൻ സാധിക്കും. ഇനി ഇത് നമുക്ക് നേരിട്ട് ഈ പെർട്ടിക്കുലർ ബില്ല് നമുക്ക് സേവ് ചെയ്ത് സെയിൽസിന് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. സോ ഇത്തരത്തിലാണ് നമ്മുടെ വെയർഹൗസ് ജനറേറ്റ് ചെയ്യുന്ന B2B സെയിൽ ഇൻവോയ്സ് ബ്രാൻഡ് സ്റ്റോറിനകത്ത് പർച്ചേസ് ഇൻവോയ്സ് ആയിട്ട് സേവ് ചെയ്യുന്നത്. താങ്ക് യു സോ മച്ച്.